ചൂട് സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ AC വെച്ചു. AC വെച്ചപ്പോഴോ ഒടുക്കത്തെ കറണ്ട് കാശും. ഇനിയിപ്പോൾ ആകെപ്പാട് ഒരേ ഒരു സൊല്യൂഷനേ ഉള്ളൂ, സോളാർ വയ്ക്കുക. ഞങ്ങൾ സോളാർ വെച്ചിട്ട് ഏകദേശം ഒരു 5 വർഷമായിട്ടോ. കൊല്ലത്തിലൊരിക്കൽ വിഷ്ണുവേട്ടൻ പോണതിന് മുൻപ് അവിടെ ഒരു ക്ലീനിങ് പതിവുണ്ട്. ഈ സോളാറിന്റെ ക്ലീനിങ്ങിന്റെ കൂടെ അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയാലോ. കാരണം ഞങ്ങൾ സോളാർ വയ്ക്കുമ്പോൾ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു ഒരുപാട് സംശയങ്ങൾ. ഓൺ ഗ്രിഡ് ആണോ, ഓഫ് ഗ്രിഡ് ആണോ, ഹൈബ്രിഡ് ആണോ നല്ലത്? വിഷ്ണുവിന്റെ അച്ഛൻ KCB ആയിട്ട് റിട്ടയർ ആയതുകൊണ്ടും വിഷ്ണുവേട്ടന് ഞാനും ഇലക്ട്രിക്കൽ ഫീൽഡ് ആയതുകൊണ്ടും തന്നെ ഈ ടേംസിന് ഞങ്ങൾക്ക് കുറച്ച് ഫെമിലിയർ തന്നെയായിരുന്നു കേട്ടോ. ഫെമിലിയർ അല്ലാത്തവർക്കായിട്ട് പറയട്ടെ, ജസ്റ്റ് ഒറ്റ വാക്കിൽ പറയാം. ഓൺ ഗ്രിഡ് എന്ന് പറയുന്നത് നമ്മൾ ഡേ ടൈം KCBയിലേക്ക് എക്സ്പോർട്ട് ചെയ്യും. ഓഫ് ഗ്രിഡ് എന്ന് പറഞ്ഞാൽ ബാറ്ററി വഴി ഡയറക്റ്റ് കൺസപ്ഷൻ. അപ്പോൾ ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ഊഹിക്കാവുന്നേ ഉള്ളൂ. ഓൺ ഗ്രിഡും ഓഫ് ഗ്രിഡും രണ്ടും കൂടിയത്, അതായത് KCBന്ന് എക്സ്പോർട്ടും ചെയ്യണം, അതുപോലെ ബാറ്ററിയിൽ നിന്ന് കൺസപ്ഷൻ ചെയ്യും. കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഓൺ ഗ്രിഡ് ആണ് യൂസ് ചെയ്യുന്നത്. 3 kW മോണോഫേഷ്യൽ ആണ്. മോണോഫേഷ്യൽ എന്ന് വെച്ചാൽ ഒരു സൈഡ് മാത്രം സോളാർ പാനൽ. ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്താന്ന് വെച്ചാൽ സിംഗിൾ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതായത് നമ്മൾ ഈ പാനൽ വെക്കുന്നതിന്റെ മാത്രം നമുക്ക് പൈസ വരുന്നുള്ളൂ. KCBയുടെ ബില്ലും വളരെ കുറച്ചേ വരുന്നുള്ളൂ. കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2023 വരെ 200-ന് താഴെ, ഇപ്പോൾ 300-ന് താഴെ ആയിട്ടാണ് വരുന്നത്. അതായത് 200 തുടങ്ങി 300-ന്റെ ഇടയിലേ വരുന്നുള്ളൂ. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാലുണ്ടല്ലോ, നമ്മുടെ KCBയുടെ കറണ്ട് പോണതിനനുസരിച്ച് നമ്മുടെയും കറണ്ട് പോകും. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒരു സൊല്യൂഷൻ അതിന് കണ്ടിട്ടുണ്ട് കേട്ടോ. അതായത് 8 പാനൽ നമ്മൾ KCBക്ക് എക്സ്പോർട്ട് ചെയ്യാനും ഒരു പാനൽ നമ്മൾ ഇൻവെർട്ടർ ചാർജ് ചെയ്യാനും വേണ്ടി വച്ചേക്കണം കേട്ടോ. അതായത് KCBയുടെ കറണ്ട് പോയാലും നമുക്ക് ഇൻവെർട്ടർ വഴി കറണ്ട് എടുക്കാം. അപ്പോൾ തോന്നണ്ടേ ഓഫ് ഗ്രിഡ് അല്ലേ നല്ലത്, നമുക്ക് ഫുൾ കറണ്ട് വീട്ടിലേക്ക് എടുക്കാമല്ലോ എന്ന്. അതിൻ്റെ പ്രശ്നം എന്താ അറിയോ, നമ്മൾ ഈ ഫുൾ കറണ്ട് വീട്ടിലേക്ക് എടുക്കണതേ ബാറ്ററി വഴിയാണല്ലോ. അപ്പോൾ ഈ AC, മോട്ടർ, വാഷിംഗ് മെഷീൻ, അതുപോലത്തെ ഹൈ കറണ്ട് എടുക്കുന്ന ഹൗസ് ഹോൾഡ് ഐറ്റംസ് ഉണ്ടല്ലോ, അതൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ലോണം ബാറ്ററി വേണം. അപ്പോൾ പിന്നെ അത് സിംഗിൾ ഇൻവെസ്റ്റ്മെൻ്റ് അല്ല. കാരണം പാനലിൻ്റെ ചാർജ് കൂടാണ്ട് ബാറ്ററിയുടെ ചാർജ് അത് കൂടാണ്ട് നമ്മൾ ബാറ്ററി ഇനി മെയിൻ്റനൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാറ്ററിക്ക് ഒരു കാലാവധി ഉണ്ടല്ലോ, ആ കാലാവധി കഴിഞ്ഞ് ബാറ്ററി മെയിൻ്റനൻസ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് എക്സ്പെൻസ് വരും. പിന്നെ ഹൈബ്രിഡ്, രണ്ടും കൂടിയത്, ഓൺ ഗ്രിഡും ഓഫ് ഗ്രിഡും. ഒരു വീട്ടിലേക്ക് ഹൈബ്രിഡിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയണമായിരിക്കുമല്ലോ. ഇതിന്റെ മുകളിലേക്ക് കയറാൻ സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ച് പേടിയാണ് കേട്ടോ. നമ്മൾ പാനൽ വെച്ചിരിക്കുന്നത് തെക്ക് വശത്തെ ഷീറ്റിന്റെ മുകളിലാണ് കേട്ടോ. ഷീറ്റിന്റെ ഒരു സൈഡിൽ ഇതുപോലെ 5 പാനലും അതിൻ്റെ ഇടയിൽ ഇതുപോലെ ഒരു നടക്കാനുള്ള ഒരു സ്പേസും, അതല്ലാച്ച കഴുകാനോ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് പിന്നീട് മുകളിലേക്ക് കയറുമ്പോൾ നിൽക്കാനും ഒക്കെ ആയിട്ട് പിടിക്കാനും ഉള്ളൊരു റോഡൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ 4 പാനലുമാണ് കേട്ടോ വച്ചിരിക്കുന്നത്. അങ്ങനെ 9 പാനലാണ് നമ്മൾ വച്ചിരിക്കുന്നത്. അതിൽ 8 പാനൽ KCBക്ക് എക്സ്പോർട്ട് ചെയ്യാനും ഒരു പാനൽ നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യാനും. ഇനിയിപ്പോൾ ക്ലീനിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ വെറുതെ വെള്ളമൊഴിച്ച് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്താൽ മതി കേട്ടോ. കൊല്ലത്തിലൊരിക്കൽ ക്ലീൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെറുതെ വെള്ളമൊഴിച്ചൊന്ന് ഇതുപോലെ ഒരു ബ്രഷ് കൊണ്ട് ഒന്ന് തൂത്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ പൊടിയും പോകുന്നതായിരിക്കും കേട്ടോ. ഈ നടപ്പാതയുടെ അവിടെ ഇതുപോലെ പിടിച്ച് നിൽക്കാനും കൂടിയിട്ടുള്ള ഒരു റോഡും കൂടി വെക്കുകയാണെങ്കിൽ സൗകര്യമായിരിക്കും കേട്ടോ. അല്ലാച്ചാൽ നമുക്ക് തന്നെ നടക്കുമ്പോൾ ഒരിത്തിരി പേടിയൊക്കെ ആവും. വീട് വെച്ചിട്ട് ഏകദേശം ഒരു 10 വർഷമായതുകൊണ്ടും അതുപോലെ സോളാർ വെച്ചിട്ട് ഏകദേശം ഒരു 5 വർഷമായതുകൊണ്ടൊക്കെ തന്നെ റോഡിൻ്റെ അവിടെയൊക്കെ പെയിൻറ്റ് ചെയ്യാറായിട്ടുണ്ട്. പെയിൻറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തുരുമ്പൊന്നും വരാണ്ട് നന്നായിട്ട് നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റും. എല്ലാവർക്കും അറിയണതായിരിക്കും, നമ്മൾ സോളാർ കഴുകുമ്പോൾ അതിരാവിലെയോ അതല്ലാച്ചാൽ വൈകുന്നേരം സന്ധ്യയ്ക്കോ ആയിട്ട് കഴുകാൻ ശ്രമിക്കുക. നമ്മുടെ സൂര്യപ്രകാശത്തിൻ്റെ ചൂട് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. പിന്നെ ഒരു ഡൗട്ട് മിക്കവർക്കും തോന്നാറുള്ളതാണ്, 4 കെട്ടുള്ള വീട്ടിൽ ട്രസ് വർക്ക് ചെയ്ത വീട്ടുകളിൽ ട്രസ് വർക്കിൻ്റെ മുകളിലെ ഷീറ്റിൽ നമുക്ക് ഇതുപോലെ പാനൽ വയ്ക്കാൻ പറ്റുമോ എന്നുള്ളത്. ഇതുപോലെ 4 കെട്ടുള്ള വീടാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ പാനലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. കഴുകിയ പാനലും കഴുകാത്ത പാനലും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അതല്ലാണ്ട് അടുത്ത് പോയി നമുക്ക് ജസ്റ്റ് ആ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കാം കേട്ടോ. അതാണ് ഇത് കഴുകിയ പാനലാണ്. അത് കൂടാണ്ട് ഇങ്ങോട്ട് നീങ്ങുമ്പോൾ കഴുകാത്ത പാനലിന്മേ അതിൻ്റേതായ കുറച്ച് ചെളികളും പൊടികളും ഒക്കെ കാണുമല്ലോ. അപ്പോൾ ഇതൊക്കെ മാറ്റി കഴിയുമ്പോൾ നല്ലോണം അവർ സൂര്യപ്രകാശം വലിച്ചെടുക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കൊല്ലത്തിലൊരിക്കലെങ്കിലും നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അവർ പ്രൊഡക്ഷൻ കൂടും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കഴുകണത്. ഇത് അവർ അന്ന് പറഞ്ഞത് തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യണത്. ഇത് പിന്നെ ചെയ്യേണ്ടത് സോഫ്റ്റ് ബ്രഷ് തന്നെ എടുക്കണം കേട്ടോ. ഒരുപാട് ഹാർഡായിട്ടുള്ള ബ്രഷൊന്നും വെച്ച് ഉരയ്ക്കരുത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് വെച്ചിട്ട് തന്നെ ഒന്ന് ജസ്റ്റ് തൂത്ത് കൊടുക്കാനേ പാടുള്ളൂ കേട്ടോ. ഇനി ക്ലീനിങ്ങിൻ്റെ സമയത്ത് നമുക്ക് ഒരു ബക്കറ്റ് മാത്രമേ ഫസ്റ്റത്തെ ഒരു ട്രിപ്പിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെയും നമുക്ക് 9 പാനൽ കഴുകണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയണതായിരിക്കും, അത്യാവശ്യം നല്ലതുപോലെ വെള്ളം ആവശ്യമുണ്ട്. അപ്പം ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, താഴെ ടെറസിൻ്റെ അവിടെ ഒരു പൈപ്പ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ അവിടെ പ്രണവ് പോയിട്ട് അതുപോലെ
ബക്കറ്റിൽ വെള്ളം പിടിച്ചു വയ്ക്കും. ഞാനിതുപോലെ ഇങ്ങനെ ഒരു കപ്പിയും കോരിയും ഒക്കെ വെച്ച് നമ്മളിതുപോലെ താഴേക്ക് ഇട്ട് കൊടുക്കും. അവിടെ നിന്ന് ഇതുപോലെ ഇങ്ങനെ കോരിയെടുക്കും. എന്നിട്ട് ഈ ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇതാണ് ഇപ്പം ഞങ്ങളുടെ മെയിൻ ഡ്യൂട്ടി. മിഷനേട്ടൻ അവിടെ ക്ലീൻ ചെയ്യും. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ ഓൺ ഗ്രിഡ് വെക്കണമെങ്കിൽ KSEBിന്ന് പെർമിഷൻ വേണം. അത് കൂടാണ്ട് നമ്മൾ പാനലൊന്നും ഇമ്പോർട്ട് ചെയ്ത പാനലും ആവാനൊന്നും പറ്റില്ല. അത് കൂടാണ്ട് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട് കേട്ടോ. വീഡിയോയുടെ വിഷ്വൽസിലൊക്കെ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടാച്ചാൽ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. കാരണം ഇതിൻ്റെ മുകളിൽ നിന്നിട്ട് വീഡിയോ എടുക്കാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഞാൻ അവസാനം വിഷ്ണുവിനെ വരെ ഏൽപ്പിച്ചു, എനിക്ക് പേടിയായിട്ട്. അവനും കഴുകണമെന്നും പറഞ്ഞ് നിന്ന് കഴുകണതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സോളാർ പാനലിനെ കുറിച്ചും അതുപോലെ അതിൻ്റെ ക്ലീനിങ്ങിനെ കുറിച്ചൊക്കെ അത്യാവശ്യം ധാരണകൾ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ എന്തെങ്കിലുമൊക്കെ പറയാൻ വിട്ടുപോയിട്ടുണ്ട് വെച്ചാൽ അതല്ല, ഇനി കൂടുതൽ അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അത് ബാക്കിയുള്ളവർക്കും കൂടി ഉപകാരമാവുമല്ലോ. അങ്ങനെ ഞങ്ങൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ പറമ്പിൽ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ജീവിതം മാക്സിമം എൻജോയ് ചെയ്യാം.